Q3 ഫൈനാൻഷ്യൽ 2024 റിസൾട്ട്സ് നോക്കിക്കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ 31 ഡിസംബർ 2023 പ്രകാരം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓണർഷിപ്പ് ഇന്ത്യൻ സ്റ്റോക്സിലേക്ക് ചെറുതായിട്ട് കുറഞ്ഞേക്കുന്നത് കാണുന്നുണ്ട്. ഈവൻ 54,925 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് പോലും. ഇപ്പോൾ സെപ്റ്റംബർ 2023 15.99% നിന്ന് 15.96% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഷെയറിലും ഒരു ഡ്രോപ്പ് വന്നേക്കുന്നത് കാണാം. ഈവൻ 50,588 കോടി ആഡ് ചെയ്തിട്ട് പോലും. അപ്പോൾ 18.40% നിന്ന് 18.19%. ഡിസംബർ എൻഡിൽ DIS അതുപോലെ FISന്റെ കമ്പൈൻഡ് ഓണർഷിപ്പ് വരുന്നത് 34.15% ആയിരുന്നു. സെപ്റ്റംബർ എൻഡിന് 34.39%. അപ്പോൾ സെപ്റ്റംബറിൽ നിന്ന് ഡിസംബറിലേക്ക് ചെറുതായിട്ട് കുറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് കാണാം. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നുള്ള അറിയോ? DIS അതുപോലെ FIS തമ്മിലുള്ള ഗ്യാപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പം FISനേക്കാളും DIS 12.23% കുറവാണ് ഓൺ ചെയ്യുന്നത്. ഇപ്പോൾ മാർച്ച് 2015 വെച്ച് നോക്കുമ്പോൾ ഇത് വലിയൊരു മാറ്റം തന്നെയാണ്. മാർച്ച് 2015 FISനേക്കാളും 49.82% കുറവ് DIS ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം DIS കയറി വരുന്നുണ്ട് ഇപ്പം എന്നാണ്. അതുപോലെ തന്നെ ഭാവിയിൽ FISനെ അവർ ഓവർടേക്ക് ചെയ്യാം. അപ്പം നിങ്ങളിപ്പം ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അല്ലേ? അപ്പം FIS അതുപോലെ DIS എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മേക്കേഴ്സ് ആണ്. അപ്പൊ സ്റ്റോക്കിന്റെ വില താഴേക്ക് പോകുമോ അതോ മുകളിലേക്ക് കയറുമോ എന്നൊക്കെ തീരുമാനം എടുക്കാനുള്ള അവർക്ക് സാധിക്കും. അപ്പം ഇവരുടെ നീക്കം കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, അതായത് ഏത് സെക്ടർ അല്ലെങ്കിൽ കമ്പനിയൊക്കെ ആവും നന്നായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത്. FII to DI റേഷ്യോ ഇപ്പം റെക്കോർഡ് ലോ ലെവലിലാണ് ഉള്ളത്. അപ്പോൾ ഇതിന്റെ അർത്ഥം മുമ്പൊന്നും ഇല്ലാത്ത റോളാണ് ഇപ്പം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ കാണിക്കുന്നത്. ഇപ്പോൾ FIS അതുപോലെ തന്നെ DISന്റെ കണ്ണിൽപ്പെട്ട സ്റ്റോക്സ് ഏതൊക്കെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആകാംക്ഷ കാണുമല്ലേ? എന്നാൽ നമുക്ക് 2024 Q3 അവർ ഇൻവെസ്റ്റ് ചെയ്ത 3 സ്റ്റോക്സ് നമുക്ക് നോക്കിയാലോ? അപ്പം അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്സിലേക്ക് അവർ ഇൻട്രസ്റ്റ് കൂടിയത് എന്നുള്ളത് നമ്മൾ നോക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കമ്പനികളിലെല്ലാം ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസ് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സെലക്ട് ചെയ്ത കമ്പനികളുടെ എല്ലാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 5000 കോടിയിൽ കൂടുതലാണ്. ചേഞ്ച് ഇൻ DI ഹോൾഡിംഗ് മോർ ദാൻ 2% ആണ്. ബട്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ചാനൽ കോണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കണ്ട. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. തേർഡ് കമ്പനിയാണ് നമ്മൾ ഇന്ന് ആദ്യം പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു കമ്പനി ലോകത്ത് സോളാർ EPC സൊല്യൂഷൻ പ്രൊവൈഡറിലെ മാർക്കറ്റ് ലീഡറാണ്. 28 രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ട് ഇവർക്ക്. ഇപ്പോൾ EPC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്നാണ്. ഇപ്പോൾ ഗ്ലോബലി ലീഡിംഗ് സോളാർ ഓപ്പറേഷൻ മെയിൻ്റെനൻസ് പ്ലെയർ ആണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലെ നമ്പർ 1 സോളാർ EPC പ്ലെയർ ആണ് ഇവർ. അപ്പോൾ ഇത് എൻഡ് ടു എൻഡ് കൺസെപ്റ്റ് ടു കമ്മീഷൻ സോളാർ EPC സൊല്യൂഷൻ പ്രൊവൈഡർ ആണ്. അപ്പോൾ ഇവർ ലാർജ് സ്കെയിൽ അതുപോലെ ഫ്ലോട്ടിംഗ് സോളാർ പവർ പ്രോജക്ട്സിന് കംപ്ലീറ്റ് പാക്കേജ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഡിസൈൻ, എഞ്ചിനീയറിംഗ്, ബൈങ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് ആൻഡ് സെറ്റിംഗ് അപ്പ് ഒക്കെ. അപ്പോൾ സോളാർ പവർ പ്രോജക്ട്സിന്റെ മെയിൻ്റെനൻസ് അതുപോലെ ഓപ്പറേഷൻസ് അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അടുത്തതായി 1177 മെഗാവാട്ട് പീക്ക് അബുദാബി പ്രോജക്റ്റുകൾ ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും വലിയ സോളാർ പ്രോജക്റ്റുകൾ ചിലത് കൈകാര്യം ചെയ്യുന്ന EPC ONM ക്യാപ്പബിലിറ്റീസിന് പേര് കേട്ടതാണ്. അപ്പോൾ ഇത് ഗ്ലോബലി ഏറ്റവും വലിയ സിംഗിൾ ലൊക്കേഷൻ ഫോട്ടോ വോൾട്ടിക് പ്ലാന്റുകളിൽ ഒന്നാണ്. കൂടാതെ ഇന്ത്യയിലെ 2 പ്രധാന NTPC പ്രോജക്റ്റുകൾക്കായിട്ട് 3 ഗിഗാവാട്ടിൽ കൂടുതൽ നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോൾ കാവഡ ഗുജറാത്ത് പ്ലാന്റ് രാജ്യത്തിലെ ഏറ്റവും വലിയ PV ഇൻസ്റ്റലേഷനിൽ ഒന്നാണ്. ഡിസംബർ 2023 പ്രകാരം FISന് കമ്പനിയിൽ 11.91% ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ DISന് 9.75% ഹോൾഡിംഗ്സ് ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 2023 മുതൽ FIS ഹോൾഡിംഗ് 8.54% കൂടി. അതുപോലെ തന്നെ DIS ഹോൾഡിംഗ് 3.81%. ഇപ്പോൾ ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യ ഇക്വിറ്റി പോർട്ട്ഫോളിയോ, ഈസ്റ്റ് ബ്രിഡ്ജ് ക്യാപിറ്റൽ മാസ്റ്റർ ഫണ്ട് ലിമിറ്റഡ്, ട്രൂ ക്യാപിറ്റൽ ലിമിറ്റഡ് റീസെന്റ് കമ്പനിയിൽ സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ സ്റ്റെർലിംഗ് ആൻഡ് വിൽസണിൽ FIS അവരുടെ സ്റ്റേക്ക് കൂട്ടിയത് എന്നുള്ളത്? അപ്പോൾ നമുക്ക് അതിനുള്ള റീസൺസ് നമുക്ക് നോക്കാം. അപ്പോൾ FISന്റെ ഇൻട്രസ്റ്റ് കൂടിയതിന്റെ കാരണം കമ്പനിയിൽ നിന്ന് ലഭിച്ച EPC ഓർഡറിലെ അപ്ടിക്ക് കാരണമാണ്. സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ പ്രവർത്തിക്കുന്ന സോളാർ എനർജി സെക്ടർ ഈ ഒരു മാറ്റത്തിന് മുൻനിരയിലാണ്. ഇപ്പോൾ 450 ഗിഗാവാട്ട് ഇൻസ്റ്റാൾഡ് റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 10 വർഷത്തിനുള്ളിൽ നേടണമെന്ന് ഇന്ത്യയുടെ ടാർഗറ്റ് ചെയ്യുമ്പോൾ സോളാർ എനർജി 60%-ലധികം കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സ്റ്റെർലിംഗ് ആൻഡ് വിൽസൺ പോലത്തെ കമ്പനി ഈ ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിന് നേട്ടം എടുക്കാൻ വേണ്ടിയിട്ട് മികച്ച സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ റവന്യൂ സോഴ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ Q3 ഫൈനാൻഷ്യൽ 2024 ഇന്റർനാഷണൽ EPC എന്നുള്ള റവന്യൂ 56 കോടിയായിരുന്നു. അപ്പോൾ അതേ സമയത്ത് ഡൊമസ്റ്റിക് EPCന്ന് 470 കോടിയാണ് വന്നത്. അപ്പോൾ ഈ ഒരു സെയിം ക്വാർട്ടറിൽ ONM സർവീസസ് 57 കോടി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഏകദേശം 90% റവന്യൂ EPC എന്നാണ് വന്നേക്കുന്നത്, ബാക്കി 10% ONM എന്നാണ്. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം സ്ട്രെങ്ത്തിൽ നമുക്ക് തുടങ്ങാം.
അപ്പോൾ കമ്പനിക്ക് സ്ട്രോങ് ഓർഡർ ബുക്ക് അതുപോലെ ഇന്റർനാഷണൽ എക്സ്പാൻഷൻ ഉള്ളത്. ഇപ്പോൾ കുറച്ച് പ്രധാനപ്പെട്ട ഓർഡേഴ്സ് നേടിയിട്ടുണ്ട് കമ്പനി. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഈ ഒരു ക്വാർട്ടറിൽ 2421 കോടിയുടെ പുതിയ പ്രോജക്റ്റ്. അതുപോലെ തന്നെ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിലായിട്ട് 15 പ്രോജക്റ്റുകൾക്കായിട്ട് 5527 കോടി രൂപ. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഇന്ത്യയിലെ മേജർ ഫ്ലോട്ടിംഗ് സോളാർ പ്രോജക്റ്റ് ബിഡ് ജയിച്ചത്. ഇപ്പോൾ 3 വർഷത്തിൽ ആദ്യമായിട്ട് ഇന്റർനാഷണൽ ഓർഡറിലേക്ക് വരുന്നത് സ്പെയിനിൽ 112 മില്യൺ പൗണ്ട് മൂല്യമുള്ള പ്രോജക്റ്റ്. ഇതിനോടൊപ്പം 3 വർഷത്തെ O&M കോൺട്രാക്ട്. ഇതിന്റെ ഒപ്പം ഇവരുടെ US സബ്സിഡറി സോളാർ PV പ്രോജക്ട്സിനായിട്ട് നൈജീരിയ ആയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 961 മെഗാവാട്ട് പീക്ക്, അതുപോലെ ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം 45 മെഗാവാട്ട് അവർ. ഇപ്പം അടുത്തുണ്ടായ പുരോഗതി ഒഴിച്ച് കമ്പനി അവരുടെ ഡെറ്റ് ലെവൽ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെന്റ് വഴി 1500 കോടി അവർ റേസ് ചെയ്തു. അപ്പോൾ ഇതിന്റെ അർത്ഥം ഷെയർസ് അവർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് വിറ്റു എന്നാണ്. അടുത്ത കസ്റ്റമേഴ്സിന് സെറ്റിൽമെന്റ് ചെയ്തുകൊണ്ട് ഇൻഫ്ലോ നേടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ടോട്ടൽ ഡെറ്റ് സെപ്റ്റംബർ 2023 2079 കോടിയിൽ നിന്ന് ഡിസംബർ 2023 അവസാനത്തോടെ 27 കോടിയിലേക്ക് കുറച്ചിട്ടുണ്ട്. പക്ഷേ ടൈറ്റ് ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് കാരണം റവന്യൂ Q2 ഫൈനാൻഷ്യൽ 2024 759 കോടിയിൽ നിന്ന് Q3 ഫൈനാൻഷ്യൽ 2024 583 കോടിയായിട്ടുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ കുറച്ച് മെയിൻ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് മെക്നല്ലി ഭാരത് എഞ്ചിനീയറിംഗ് കമ്പനി അതുപോലെ ട്രാൻസ്വിൻ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അതായത് കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് വേരിയൻസ് -21.76%. അതുപോലെ തന്നെ ROI -338.18%. അപ്പോൾ ഇത് ഒഴിച്ച് നമ്മൾ നോക്കിയാൽ ഒരു വർഷത്തിനുള്ളിൽ കമ്പനി 102.51% റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സ്ട്രോങ് റിക്കവറി പൊട്ടൻഷ്യൽ ആണ് കാണിക്കുന്നത്. സ്റ്റെർലിംഗ് ആൻഡ് വിൻസന്റെ കറന്റ് റേഷ്യോ വരുന്നത് 0.87 ആണ്. അപ്പോൾ കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ ഷോർട്ട് ടേം അസറ്റ് വെച്ചിട്ട് ഷോർട്ട് ടേം ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനുള്ള കമ്പനിയുടെ എബിലിറ്റി ആണ്. അപ്പോൾ കറന്റ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് ബെഞ്ച് മാർക്ക് 1 ആണ്. എന്നാൽ ഇവിടെ ഇത് ബെഞ്ച് മാർക്കിനേക്കാളും കുറവാണ് ഉള്ളത്. ഇനി കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റഡ് ക്യാപിറ്റൽ -62.60% ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിന് നെഗറ്റീവ് റിട്ടേൺസ് ആണ് ലഭിച്ചേക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു ഫിഗർ എന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു പീരീഡിൽ പോസിറ്റീവ് റിട്ടേൺസ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ക്യാപിറ്റൽ ഇട്ട് വെച്ച് നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഓർഡർ ബുക്ക് അതുപോലെ തന്നെ ഇവരുടെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കാരണമാണ് FIS അതുപോലെ DISും ഈ ഒരു ഫേമിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി ഒരു ഫാർമ കമ്പനിയാണ്. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിൽ പ്രിസ്ക്രിപ്ഷനിലെ നമ്പർ 1 ചോയ്സ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ മാർക്കറ്റിൽ വാല്യൂല് നമ്പർ 4. അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാൻകൈൻഡ് ഫാർമയെ പറ്റിയിട്ടാണ്. 1995 ഈ ഒരു കമ്പനി തുടങ്ങുന്നത്. കമ്പനി പല അക്യൂട്ട് ആൻഡ് ക്രോണിക് തെറാപ്പറ്റിക് ഏരിയസിൽ പല കൺസ്യൂമർ ഹെൽത്ത് കെയർ പ്രോഡക്ട്സിൽ പല റേഞ്ചിലുള്ള ഫാർമസ്യൂട്ടിക്കൽ ഫോർമുലേഷൻ മാനുഫാക്ചർ ചെയ്ത് അത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് സെയിൽസിൽ ടോപ്പ് 5 ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലെ യങ്ങസ്റ്റ് ആണ്. അപ്പോൾ കമ്പനിക്ക് 22 ബ്രാൻഡ്സ് ഉണ്ട്. ഓരോന്നും 100 കോടിയിലധികം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 4 ബ്രാൻഡ്സ് ആണ് കൺസ്യൂമർ ഹെൽത്ത് കെയർ സെഗ്മെന്റിനെ നയിക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യയിൽ മാൻകൈൻഡ് ഫാർമയ്ക്ക് സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇന്ത്യയിൽ 80% ഡോക്ടേഴ്സ് ഇവരുടെ ഫോർമുലേഷൻസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. 15,000 ഫീൽഡ് റെപ്രസെന്റേറ്റീവ്സിന്റെ സപ്പോർട്ടോടെ. അടുത്ത കമ്പനി ഇന്ത്യയിലെ പല തെറാപ്പറ്റിക് ഏരിയസിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ആന്റി ഇൻഫെക്റ്റീവ്സ്, കാർഡിയോവാസ്കുലർ, ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ, ആന്റി ഡയബറ്റിക്സ്, ന്യൂറോ CNS, വൈറ്റമിൻസ്, മിനറൽസ്, ന്യൂട്രിയൻസ്, റെസ്പിറേറ്ററി. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ സെയിൽസ് മിക്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ 2007 അവർ കൺസ്യൂമർ ഹെൽത്ത് കെയർ മാർക്കറ്റിലേക്ക് കയറിയിട്ടുണ്ട്. കോണ്ടംസ്, പ്രഗ്നൻസി ടെസ്റ്റ്, എമർജൻസി കോൺട്രാസെപ്റ്റീവ്സ്, ആന്റാസിഡ് പൗഡേഴ്സ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽ സപ്ലിമെന്റ്സ്, അതുപോലെ ആന്റി ആക്നി ട്രീറ്റ്മെന്റ്സിൽ സ്ട്രോങ് ബ്രാൻഡ് കാറ്റഗറി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 2023 പ്രകാരം മാൻകൈൻഡ് ഫാമിൽ FISന് 6.74% ഹോൾഡിംഗ്സ് ഉണ്ട്. DISന് 9.78% ഹോൾഡിംഗ്സ് ഉണ്ട്. അപ്പോൾ സെപ്റ്റംബർ 2023 തൊട്ട് FIS ഹോൾഡിംഗ് 2.56% ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ DIS 5.22%. Q3 ഫൈനാൻഷ്യൽ 2024 ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് ഇവരെ ഇത്രയധികം ഇഷ്ടപ്പെട്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ COVID-19 കൺസേൺസ് ഒക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത് COVID-19 കേസുകളൊക്കെ കൂടിയിരിക്കുന്നത് കാണുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ 640 പുതിയ ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2022 ഡിസംബറിൽ JN.1 സബ് വേരിയന്റ് കാരണം 2997 ആക്റ്റീവ് കേസുകളും. അപ്പോൾ ഇതുവഴി ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റേഴ്സിന്റെ അറ്റൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഈ ഒരു ഇൻഡസ്ട്രി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് US ജനറിക് മാർക്കറ്റിലെ തിരിച്ചടി, ബ്രാൻഡഡ് മാർക്കറ്റിലെ സ്ട്രോങ് ഔട്ട്കംസ്, റോ മെറ്റീരിയലിലെ ലോ കോസ്റ്റ്, പുതിയ മാർക്കറ്റ് ലോഞ്ചിലൂടെ മാർക്കറ്റ് ഷെയർ ഗെയിനിങ് ഒക്കെ. ഇപ്പോൾ ഡെവലപ്പിംഗ് ഇൻഡസ്ട്രിയിൽ മാൻകൈൻഡ് ഫാർമ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഡൊമസ്റ്റിക് ബിസിനസ്സിൽ 20% ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് കമ്പനിയുടെ റവന്യൂ സോഴ്സ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനിയുടെ പ്രൈമറി ഫോക്കസ് ഡൊമസ്റ്റിക് മാർക്കറ്റിലാണ്. അപ്പോൾ ടോട്ടൽ റവന്യൂവിന്റെ 2607 കോടിയുടെ 92% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. ബാക്കി 8% എക്സ്പോർട്സിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മാൻകൈൻഡ് ഫാർമയ്ക്ക് 2 മെയിൻ കാറ്റഗറിയാണുള്ളത്, ഫാർമ അതുപോലെ കൺസ്യൂമർ ഹെൽത്തും.
അപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കമ്പനി 2400 കോടി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ 94% ഫാർമ പ്രോഡക്ട്സ് എന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി 6% കൺസ്യൂമർ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെങ്ത്തിൽ നമുക്ക് തുടങ്ങാം. അപ്പോൾ കമ്പനിയുടെ 90%-ലധികം റവന്യൂ ഡൊമസ്റ്റിക് ഫോർമുലേഷൻ ആണ് വരുന്നത്. സോ ഇത് മെയിൻലി ഒരു ഡൊമസ്റ്റിക് ഫോക്കസ് പ്ലെയർ ആണ്. ഇപ്പോൾ ഇന്ത്യയിലെ വലിയ ലിസ്റ്റഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ ഇത് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ മാൻകൈൻഡ് കഴിഞ്ഞ് വരുന്നതാണ് ആൽക്കം ലബോറട്ടറീസ്. അപ്പോൾ ഇവരുടെ 70% റവന്യൂ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. പിന്നെ ടോറന്റ് ഫാർമയ്ക്ക് 60% ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെക്ടറിൽ ബാക്കി കമ്പനികൾക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് 50% താഴെ റവന്യൂ ആണ് വരുന്നത്. ഇനി നമുക്ക് വീക്ക്നെസ് നമുക്ക് നോക്കാം. നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ് പ്രകാരം മാൻകൈൻഡ് ഫാർമയുടെ 14% ഡൊമസ്റ്റിക് ഡ്രഗ് പ്രൈസ് റെഗുലേഷന്റെ കീഴിലുണ്ട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ 384 ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്കൊരു പ്രൈസ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യമായിട്ടുള്ള മെഡിസിൻസ് ഒക്കെ പബ്ലിക്കിന് അഫോർഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഈ ഒരു ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമെന്നാണ് ഊഹിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ കൂടുതൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ വരും. അപ്പം ഇങ്ങനെ പ്രൈസ് കൺട്രോൾ ഡ്രഗുകൾ കൂടിയിട്ടുണ്ടെങ്കിൽ മാൻകൈൻഡ് ഫാർമയ്ക്ക് ഫ്രീ ആയിട്ട് പ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവാതെ വരും. അപ്പം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ അവരുടെ റവന്യൂ ഗ്രോത്തിനെ അത് ബാധിക്കും. ഇനി നമുക്ക് കമ്പനിയുടെ മെയിൻ ഫൈനാൻഷ്യൽ നമ്പർ അവരുടെ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. സൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് അതുപോലെ സിപ്ലെ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ സൺ ഫാർമയെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മാൻകൈൻഡ് ഫാർമയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കുറവാണെങ്കിലും മാൻകൈൻഡ് ഫാർമയ്ക്ക് കഴിഞ്ഞ 5 വർഷത്തിൽ ഹയസ്റ്റ് സെയിൽസ് വേരിയൻസ് ആണുള്ളത് 15.71%. അതുപോലെ സ്ട്രോങ് ROയും 17.02%. ഇപ്പൊ മാൻകൈൻഡ് ഫാർമയുടെ ക്വിക്ക് റേഷ്യോ വരുന്നത് 2.21 അപ്പൊ ഇത് കാണിക്കുന്നത് അവർ സ്ട്രോങ് ലിക്വിഡിറ്റി പൊസിഷൻ ആണ്. ഇപ്പൊ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എക്സ്പെൻസ് കാരണം ഫാർമ കമ്പനികളുടെ ഡെറ്റ് ലെവലൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ 3 കമ്പനികൾക്കും നല്ല ലിക്വിഡിറ്റി ആണുള്ളത്. ഇപ്പൊ സിപ്ലൈനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ മാൻകൈൻഡ് ഫാർമയുടെ പൊസിഷൻ അത്ര സ്ട്രോങ് അല്ല, പക്ഷേ സൺ ഫാർമേനേക്കാളും ബെറ്റർ ആണ്. ഇനി ഇന്നത്തെ നമ്മുടെ മൂന്നാമത്തെ കമ്പനി നമ്മൾ നോക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ Q3 ഫൈനാൻഷ്യൽ 2024 DIS അതുപോലെ FIs ഹയസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ കമ്പനിയാണിത്. അപ്പോൾ ഈ ഒരു കമ്പനി ഇന്ത്യൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ മ്യൂച്വൽ ഫണ്ട് ട്രാൻസ്ഫർ ഏജൻസിയാണ്. ഇപ്പോൾ രാജ്യത്തിലെ ഏറ്റവും വലിയ 15 മ്യൂച്വൽ ഫണ്ട്സിൽ 10 മ്യൂച്വൽ ഫണ്ടുകളുമായി B2B സർവീസ് പാർട്ണറാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് ആണ്. അറൌണ്ട് 69% മാർക്കറ്റ് ഷെയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? കമ്പനിയുടെ പേരാണ് കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ് ലിമിറ്റഡ് CAMS. അപ്പോൾ കമ്പനി മ്യൂച്വൽ ഫണ്ടുകൾക്കായിട്ട് ടെക്നോളജി ഡ്രിവൺ ഇൻഫ്രാസ്ട്രക്ചർ അതിൽ എൻഡ് ടു എൻഡ് സൊല്യൂഷൻസ് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പല അസറ്റ് ക്ലാസുകൾക്കായിട്ട് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും 25 സ്റ്റേറ്റ്സ് അതുപോലെ 5 യൂണിയൻ ടെറിട്ടറീസിലായിട്ട് ഇവർക്ക് 280 സർവീസ് സെന്ററുകളുണ്ട്. അപ്പോൾ കമ്പനി പല തരത്തിലുള്ള സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ മെയിൻ ബിസിനസ് മ്യൂച്വൽ ഫണ്ട് രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് ആണ്. CAMS ഫിൻസർവ് ഇപ്പോൾ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനായിട്ട് അക്കൗണ്ട് അഗ്രിഗേറ്റർ സർവീസ് ഓഫർ ചെയ്യുന്നുണ്ട്. അടുത്ത CAMS വെൽസർവ് ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അതുപോലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസിനായിട്ട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത CAMS പേ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സ്, ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ് അതുപോലെ ലോൺ ബോറോവേഴ്സുമായിട്ട് പേഴ്സണലൈസ്ഡ് ഡിജിറ്റൽ പേയ്മെന്റ് സൊല്യൂഷനുള്ള പേയ്മെന്റ് പാർട്ട്ണറായിട്ട് ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത് CAMREP ഇപ്പോൾ ഇൻഷുറൻസ് റിപ്പോസിറ്ററി ആൻഡ് സർവീസസ് ഡെലിവറി ചെയ്യുന്നു. തിങ്സ് 360 AI ഡ്രിവൺ സൊല്യൂഷൻസിന് സ്പെഷ്യലൈസ്ഡ് ആണ്. CAMS Kara KY രജിസ്ട്രേഷൻ ഏജൻസി ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. CAMS CRA ENPSനായിട്ട് 2022 ഫൈനാൻഷ്യൽ ഇയറിൽ തുടങ്ങിയതാണിത്. സ്റ്റെർലിംഗ് സോഫ്റ്റ്വെയർ ഗ്രൂപ്പിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആമാണിത്. അടുത്തത് FinTuple അസറ്റ് മാനേജ്മെന്റ് ഇൻഡസ്ട്രിക്ക് ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ലെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസംബർ 2023 പ്രകാരം CAMSൽ FISന് 47.69% ഹോൾഡിംഗ്സും DISന് 23.07% ഹോൾഡിംഗ്സ് ഉണ്ട്. 2023 സെപ്റ്റംബർ തൊട്ട് 9.08% ഹോൾഡിംഗ്സ് FISൽ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ DISൽ 7.65%. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കഴിഞ്ഞ ലാസ്റ്റ് ക്വാർട്ടറിൽ FIS അതുപോലെ DISന്റെ ഫേവറേറ്റ് ആയിരുന്നു CAMS. അപ്പം എന്ത് കണ്ടിട്ടാണ് ഇവരും CAMSലേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്കിനി നോക്കാം. അപ്പോൾ ഫൈനാൻഷ്യൽ സർവീസിലേക്ക് DISനും FISനും സ്ട്രോങ് പ്രിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ട്രഡീഷണലി FISന്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് ഇൻഡസ്ട്രിയിലെ ലീഡിംഗ് പ്ലെയർ ആണ് CAMS. അപ്പോൾ അതുകൊണ്ടാണ് നാച്ചുറൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇൻട്രസ്റ്റ് വരുന്നത് ഇവിടെ. ഇപ്പോൾ CAMS മാനേജ് ചെയ്യുന്നത് 33.95 ട്രില്യൺ AUM ആണ്. ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ടോട്ടൽ AUM 49.9 ട്രില്യൺ ആണ്. അപ്പോൾ ഇത് നല്ലൊരു പോർഷൻ തന്നെ CAMS ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം ഇത്രയും മാർക്കറ്റ് ഷെയർ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത്രയും ഒരു ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ ഉള്ളത്. ഇനി നമുക്ക് കമ്പനിയുടെ റവന്യൂ സോഴ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ Q3 ഫൈനാൻഷ്യൽ 2024 CAMS 289.68 കോടിയുടെ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇയർ ഓവർ ഇയർ 18.9% ഇൻക്രീസ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ മെയിൻ ബിസിനസ് ആണെങ്കിൽ
ആണെങ്കിലും നോൺ മ്യൂച്വൽ ഫണ്ട് സെഗ്മെന്റ് ആണ് ഇവരുടെ മെജോറിറ്റി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നോൺ മ്യൂച്വൽ ഫണ്ട് റവന്യൂ ബ്രേക്ക് ഡൗൺ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം. ഇനി നമുക്ക് കമ്പനിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സ്ട്രെങ്ത് നോക്കാം. അപ്പോൾ ക്യാംസ് ഒരു ട്രഡീഷണൽ മ്യൂച്വൽ ഫണ്ട് രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് അപ്പുറം അവരുടെ ബിസിനസ് സ്ട്രാറ്റജിയിൽ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ട പോലെ നോൺ മ്യൂച്വൽ ഫണ്ട് സർവീസുകളിൽ വരുന്നതാണ് പേയ്മെന്റ് സൊല്യൂഷൻസ്, ഇൻഷുറൻസ് റിപ്പോസിറ്ററി സർവീസസ്, KYC സർവീസസ്, അക്കൗണ്ട് അഗ്രിഗേറ്റർ ഓഫറിംഗ്സ്, അതുപോലെ പെൻഷൻ CRA സർവീസസും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് രജിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫർ ഏജന്റ് ഒഴിച്ച് പുതിയ ബിസിനസ് പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത 4 മുതൽ 5 വർഷത്തിൽ 5 ബില്യൺ ടോപ്പ് ലൈൻ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് വീക്ക്നെസ് നമുക്ക് നോക്കാം. അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലെ ടോട്ടൽ എക്സ്പെൻസ് റേഷ്യോ കുറയുന്നതാണ് അവർ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ റിസ്ക്. അപ്പോൾ ഇങ്ങനത്തെ റെഗുലേറ്ററി ചേഞ്ചസ് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ ബാധിക്കും. ഇപ്പോൾ റവന്യൂവിൻ്റെ നല്ലൊരു പോർഷൻ AMCയിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ റെഗുലേറ്ററി ഷിഫ്റ്റ്സ് അവർ ഫൈനാൻഷ്യൽ പെർഫോമൻസ് കുറയ്ക്കും. ഇനി നമുക്ക് കമ്പനിയുടെ മെയിൻ ഫൈനാൻഷ്യൽ നമ്പേഴ്സ് അവർ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ആയ KFin ടെക്നോളജീസ് ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ക്യാംസിന് സ്ട്രോങ് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഉണ്ട്. ഇപ്പോൾ ഇവരുടെ ROE 39.71%. അതേസമയത്ത് KFin ടെക്നോളജീസിന് 25.86%. കൂടാതെ ക്യാംസിന്റെ 1 year റിട്ടേൺസ് വരുന്നത് 37.75%. ഇത് അവരുടെ ഗ്രോത്തിൽ തന്നെ നമുക്ക് കാണിക്കാവുന്നതാണ്. പക്ഷേ KFin ടെക്നോളജീസിന്റെ 1 year റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 129.77%. സോ ലാസ്റ്റ് ഇയറിൽ FIS അതുപോലെ DIS കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള 3 കമ്പനികളാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സ് ഒക്കെ സ്റ്റോക്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു സൈൻ ആണ്. പക്ഷേ ആ ഒരു ഫാക്ടർ മാത്രം നോക്കിയിട്ടാവരുത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ. ഇപ്പോൾ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഹെൽത്തും മാനേജ്മെന്റ് ക്വാളിറ്റി, നിലവിലുള്ള ഇൻഡസ്ട്രി ട്രെൻഡ്, മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ നോക്കണം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷൻ പർപ്പസിനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ലാന്ന് നമ്മളിവിടെ എടുത്തു പറയാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.